നമസ്കാരം. അമ്മ എന്ന പേരിനോട് അല്ലെങ്കിൽ വാക്കിനോട് യാതൊരുവിധ നീതിയും പുലർത്താത്ത തരത്തിലുള്ള നിരവധി വാർത്തകളാണ് സമീപകാലത്തും ഈ ദിവസങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ സുരക്ഷിതമായ ഒരു അഭയസങ്കേതമാണ്. എന്നാൽ ഇന്നത്തെ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് സ്വാർത്ഥത നിറഞ്ഞ, ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന, പണത്തിനും അധികാരങ്ങൾക്കും മേലെ സഞ്ചരിക്കാത്ത, പൊയ്മുഖം ധരിച്ച അമ്മമാരുടെ നേർക്കാണ്. കുഞ്ഞുണ്ടാകുന്നതും പ്രസവിക്കുന്നതും അമ്മയാകുന്നതുമൊക്കെ കേവലം നിസ്സാരമായ ഒരു കാര്യമല്ല. എന്നാൽ ഇന്ന് ഞാൻ കണ്ട വാർത്ത എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. രണ്ടാഴ്ച പ്രായമായ പെൺകുഞ്ഞിനെ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ അമ്മയടക്കം 3 പേര് അറസ്റ്റിലായി എന്നതായിരുന്നു വാർത്ത. ഇതിനവർ നൽകിയ ന്യായീകരണം ദാരിദ്ര്യമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് അവരെ നയിച്ചത് എന്നതായിരുന്നു. കുഞ്ഞിന്റെ അമ്മ സ്വാമി ചിട്ടിപ്പാളയം ചിന്നക്കണ്ണൻ പുത്തൂരിലെ നന്ദിനി, കുഞ്ഞിനെ വാങ്ങിയ കുഴലൂർ കൗണ്ടൻപാളയത്തെ അനിത, വിൽക്കാൻ സഹായിച്ച ദേവിക എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 14-ന് മേട്ടുപ്പാളയം സർക്കാർ ആശുപത്രിയിലാണ് നന്ദിനി പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. എന്നാൽ കുടുംബ സാഹചര്യവും ദാരിദ്ര്യവും കാരണം കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. ദേവികയാണ് നന്ദിനിക്ക് കുട്ടികളില്ലാത്ത മഹേശ്വരൻ അനിത ദമ്പതികളെ പരിചയപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു. വിൽപ്പനയ്ക്ക് സഹായിച്ചതിന് ദേവികയ്ക്ക് 2 കുടുംബങ്ങളിൽ നിന്നും കമ്മീഷനും കിട്ടി. തിങ്കളാഴ്ച ചൈൽഡ് ലൈൻ നമ്പറിൽ നിന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തെ തുടർന്ന് കോയമ്പത്തൂർ ശിശുക്ഷേമ സമിതി പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. തനിക്ക് 3 വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ട് എന്നും രണ്ടാമതൊരു കുഞ്ഞിനെ നോക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കാത്തതിനാലാണ് കുഞ്ഞിനെ വിൽക്കേണ്ടി വന്നതെന്നുമാണ് കുഞ്ഞിന്റെ അമ്മയായ നന്ദിനി നൽകിയ മറുപടി. വെറുതെ തള്ളിക്കളയാനാവാത്തതും ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. വീട്ടിലെ സാഹചര്യം മൂലം ഒരു കുട്ടിയെ നോക്കാൻ സാധ്യമാകില്ല എന്ന ഭാഗം നമുക്ക് തൽക്കാലം കണക്കിലെടുക്കാം. എങ്കിൽ കൂടിയും കുട്ടിയെ വിറ്റ് കാശ് വാങ്ങിയതും അതിന് 2 കൂട്ടരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയതും അത്ര എളുപ്പം വിട്ടുകളയാവുന്ന ഒരു വിഷയമല്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തനിക്കൊപ്പം ദാരിദ്ര്യം അനുഭവിക്കരുത് എന്ന് കരുതി ആ ഒരു കുട്ടിയെ നല്ലൊരു വീട്ടിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞു വിടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതൊരു നന്മയാണ്. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. എന്നാൽ അതിനവർ പ്രതിഫലം വാങ്ങിയെങ്കിൽ അമ്മ എന്ന പേരിന് അവൾ യോഗ്യയല്ല. കുഞ്ഞിന് 2 ആഴ്ച മാത്രമേ പ്രായമുള്ളൂ എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് ഇതെങ്ങനെ സാധ്യമായി? കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇന്നൊരു കുട്ടിയെ ദത്തെടുക്കുക എന്നാൽ അത്ര പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ കുട്ടിയെ വിലയ്ക്ക് വാങ്ങേണ്ടുന്ന ആവശ്യം എന്തായിരുന്നു? 2 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇതിനിടനിലക്കാരിയായി നിന്നവർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്തുവെങ്കിൽ അതൊരു പക്ഷേ ഈ മേഖലയിലുള്ള അവരുടെ മുൻപരിചയമായി കൂടെ. അതല്ല എങ്കിൽ മറ്റൊരു വശമുള്ളത്, ഈ മനുഷ്യ കച്ചവടത്തിന് പിന്നിൽ ദീർഘനാളുകളുടെ പഠനവും പദ്ധതികളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അത് കച്ചവടമാക്കുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല. നമുക്കറിയാം, സമീപകാലത്ത് അയൽ സംസ്ഥാനത്ത് നിന്ന് എത്തുന്നവർ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാടോടികളായിട്ടുള്ളവർ, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വാർത്തയുമായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാം പിന്നിൽ വളരെ വലിയ മറ്റെന്തെങ്കിലും നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുണ്ടായ ഏറെ ഗൗരവമുള്ള ഈ വിഷയം അതേ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്താൽ, വേണ്ട വിധം അന്വേഷിച്ചാൽ ഇതിന് പിന്നിലെ പല കണ്ണികളും വെളിച്ചത്ത് വന്നെന്നും വരാം.